ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിനു മുന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്റെ വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഐക്യൂന്റെ Z10 ലൈറ്റ് എന്ന് പറഞ്ഞ മോഡല് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 18-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത്. ഈ മാസമാണ് അതിന്റെ ലോഞ്ചിങ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററിയാണ്. ഇത് 6000 mAh കാർബൺ സിലിക്കൺ ബാറ്ററിയാണ് അവർ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടെ ഇതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് UFS 2.2 LPDDR4X റാം, ഡിമെൻസിറ്റിന്റെ 6300 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2.4 GHz ആണ് ഇതിന്റെ ക്ലോക്കിംഗ് സ്പീഡ്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇതിന്റെ 4K നമുക്ക് 30 FPS ഒക്കെ നമുക്ക് വീഡിയോ റെക്കോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ പ്രൈസ് അപ്രോക്സിമേറ്റ്ലി എന്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇതൊരു 15,000 രൂപ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടെ നല്ലൊരു ഹൈ ലെവലിൽ നമുക്കിപ്പോ നിലവിൽ സെൽ ഔട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ പ്രൈസ് കുറച്ചാൽ നന്നായിരിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പൊ എന്റെ ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നത് ഇതൊരു 10,000 രൂപ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇതിന്റെ സെൽ ഔട്ടിന്റെ റേഞ്ച് മാറിയിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. വൺ പ്ലസിന്റെ ഒരു പുതിയ നെക്ക് ബാൻഡ് വയർലെസ് ഹെഡ്സെറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ മാസമാണ് ലോഞ്ചിങ് നടക്കുന്നത്. വൺ പ്ലസിന്റെ ബുള്ളറ്റ് Z3 എന്നാണ് പേര്. അറിയാലോ, ബാറ്ററി ലൈഫ് എപ്പോഴും കൂടുതലാണ് TWS ഹെഡ്സെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും നെക്ക് ബാൻഡ് ഹെഡ്സെറ്റിന് ഭയങ്കര ബാറ്ററി ലൈഫാണ്. 24 hours അല്ലെങ്കിൽ 25 hours നമുക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നെക്ക് ബാൻഡ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതാ വൺ പ്ലസിന്റെ Z3 ബുള്ളറ്റ് എന്ന് പറയുന്ന ഈ ഒരു നെക്ക് ബാൻഡ് ഹെഡ്സെറ്റ് എടുക്കുക എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഡിമെൻസിറ്റിന്റെ ഒരു പുതിയൊരു ചിപ്സെറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 8450 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതും TCS-MC എന്ന് പറയുന്ന കമ്പനിയാണ് ആ ചിപ്സെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 nm ചിപ്സെറ്റ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതില് 4K 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതും HDR ക്വാളിറ്റിയിലും നമുക്ക് 4K 60 FPS ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല LPDDR5X റാം, UFS 4.0, പിന്നെ ക്ലോക്കിംഗ് സ്പീഡ് നമ്മുടെ 3.2 GHz ക്ലോക്കിംഗ് സ്പീഡാണ് ഈ ഡിമെൻസിറ്റിന്റെ 8450 വരാൻ പോകുന്നത്. ഡിമെൻസിറ്റിന്റെ 9500 എന്ന് പറയുന്ന ചിപ്സെറ്റും ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ചിപ്സെറ്റും കൂടെയാണ്. ഇത് ക്ലോക്കിംഗ് സ്പീഡ് വരുന്നത് 4.0 GHz ആണ്. UFS 4.1 ആണ് വരാൻ പോകുന്നത്. LPDDR5X റാം വെച്ചിട്ടാണ് ഈ ഒരു ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്നത്. ഡിമെൻസിറ്റിയുടെ 9500 എന്ന് പറഞ്ഞ ഈ ഒരു ചിപ്സെറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താം. ഇത് സ്നാപ്ഡ്രാഗൺ 88 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു 0.2 ഡിഫറൻസ് എന്തായാലും ഇരിക്കും. ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. വിവോ X200 FE എന്ന് പറഞ്ഞ ഒരു പോർട്ടബിൾ സൈസ് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജൂൺ 23-ാം തീയതിയാണ് ലോഞ്ചിങ്. അത് ഇന്ത്യയിലാണ് അതിന്റെ ലോഞ്ചിങ് വരാൻ പോകുന്നത്. ഒരു അട്ടാറി ലെവൽ സാധനം പോർട്ടബിൾ ഫോണ് കൂടിയാണ്. 6.3 ഇഞ്ചിന്റെ AMOLED LTPO ഡിസ്പ്ലേ. ഇത് അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ്. അതായത് 1 Hz to 120 Hz നമുക്ക് റിഫ്രഷിംഗ് റേറ്റ് നമുക്കിത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 6500 mAh ബ്ലൂ വോൾട്ട് ടെക്നോളജി വിവോ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബാറ്ററി ടെക്നോളജി, അതും കാർബൺ സിലിക്കൺ എന്ന് പറയുന്ന ടെക്നോളജി എല്ലാവർക്കും അറിയാലോ. അതിന്റെ കൂടെ വിവോന്റെ സ്വന്തമായിട്ട് ഒരു ചെറിയൊരു ടെക്നോളജി ബാറ്ററിക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ബ്ലൂ വോൾട്ട് ടെക്നോളജി എന്ന് പറയുന്നത്. 90 വാട്ട്സിന്റെ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജറാണ് ഇതിനുള്ളിൽ വരാൻ പോകുന്നത്. 6.3 ഇഞ്ചിന്റെ AMOLED സ്ക്രീന്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് UFSന്റെ 4.0 LPDDR5X റാം, പിന്നെ അതും പോരാണ്ട് ക്ലോക്കിംഗ് സ്പീഡ് ആണെങ്കിൽ ഇത് 3.0 ആണ്. ഡിമെൻസിറ്റിന്റെ 9300 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് വേറൊരു കാര്യം കൂടെ ഇതില്
ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിക്കുക. ഇതിന്റെ ക്യാമറ മെഗാ പിക്സലിലേക്ക് വരുമ്പോ ഇതിന്റെ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയും 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും പിന്നെ അതും പോരാണ്ട് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരാൻ പോകുന്നത്. സെൽഫി ക്യാമറ ഷൂട്ടർ ഇതിൽ വരുന്നത് 32 മെഗാ പിക്സലിന്റെ സാധനം. പ്രൈസും അഫോർഡബിൾ ആണ്, നമുക്കൊരു പ്രതീക്ഷിക്കാം. ഇതൊരു S25 ഉണ്ടല്ലോ മൊത്തത്തില് വെട്ടിക്കൊല്ലാനുള്ള ഒരു ഫോണാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ ടച്ച് OSന്റെ 15ഉം ആൻഡ്രോയിഡ് 15ന്റെയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതിൽ വരും. അത് വേറൊരു ഹൈലൈറ്റ് ആണ്. പക്ഷെ ബ്ലോട്ട്വെയർ എടുത്ത് കഴിഞ്ഞ് നമ്മൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പോർട്ടബിൾ സ്മാർട്ട് ഫോൺ കറന്റ് ഇൻ ദ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനും വിശേഷിപ്പിക്കാനും പറ്റും. പോക്കോന്റെ F7 എന്ന് പറയുന്ന മോഡല് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ജൂൺ 24 അതിന്റെ ലോഞ്ചിങ്. ഇപ്പോ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെയാണ് അതിന്റെ ലോഞ്ചിങ് വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗന്റെ 8s Gen 4 ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. LPDDR5X RAM, UFS 4.1. പിന്നെ ഇതിൽ ചേംബർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഐസ് ലൂപ്പ് എന്ന് പറയുന്ന പേരിലാണ് ഇതിന്റെ ചേംബർ കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററിയാണ്. 7550 mAh കാർബൺ സിലിക്കൺ ബാറ്ററി. ഈ ഒരു ചെറിയ ഒരു ഫോണിൽ ഇത്രയും വലിയ ഒരു മാസീവ് ബാറ്ററി വെക്കാന്ന് പറയുന്ന കാര്യത്തില് ഞാൻ പോക്കോന്റെ അഭിനന്ദിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിൽ 3 കളറുകളാണ് വരുന്നത്. ഒന്ന് ബ്ലാക്ക്, രണ്ടാമത്തെ വൈറ്റ്, പിന്നെ ഇതിന്റെ ഇടയിൽ 2 മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ കൂടി, ബ്ലാക്കും വൈറ്റും പിന്നെ ഒരു സിൽവർ ഷെയ്ഡും കൂടെ ഉള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഇതിന്റെ ഡിസൈന് പറയാനുള്ളത്, ഇതിന്റെ ഡിസൈൻ എക്സാക്ട്ലി ഇതിന്റെ ബാക്ക് പാനൽ നോക്കുമ്പോൾ നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി A56 ഇല്ല, അതേ ക്യാമറ പിൽ ഷേപ്ഡ് ഡിസൈനിൽ വെച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഈ 2 ക്യാമറന്റെ ഇടയിൽ ഒരു 2 സ്ട്രൈപ്സുകൾ കളറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീനും ഒരു ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിലും കൊടുത്തിട്ടുണ്ട്, വൈറ്റിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ യൂണീക്ക് കളർ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3ാമത്തെ ഫോണാണ്. അതായത് സെന്ററിൽ നിൽക്കുന്ന ഡിസൈനിലെ ഒരു ഫോൺ. അത് ഈ 2ന്റെ ഇടയിലുള്ള ആളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വൈറ്റും വരുന്നുണ്ട്, ബ്ലാക്ക് കളറും വരുന്നുണ്ട്, സിൽവറും വരുന്നുണ്ട്. അതേപോലെ ഈ പറഞ്ഞ ലൈൻസും ഈ ഫോണിൽ വരുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ ഈ ഒരു ഫോൺ സത്യത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോൺ കൂടിയാണ്. പിന്നെ വൈഫൈ നമ്മുടെ 6E ആണ്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 5.4 ആണ്. ഇതൊരു അപ്രോക്സിമേറ്റ്ലി എന്റെ ഒരു പ്രതീക്ഷ ഇതൊരു 35,000 അല്ലെങ്കിൽ 45,000 വരാനാണ് സാധ്യത. ഇൻ കേസ് ഇതൊരു 30,000 രൂപയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ള ബ്രാൻഡിന് ഒരു വെല്ലുവിളിയായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിസൈന് ഒരു രക്ഷയല്ല. ഒരു യുണീക്ക് എന്താ പറയാ ഒരു കളർ പാറ്റേൺ അവര് കൊടുത്തിട്ടുണ്ട്, പോയിട്ട് കാണാം. ഇത് മാർക്കറ്റ് തകർക്കാവുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ പോക്കോ F7 ആക്കിയത്. പിന്നെ 50 മെഗാ പിക്സലിന്റെ ക്യാമറയും കാര്യങ്ങളുണ്ട്. 4K ഒക്കെ നമുക്ക് 30 FPS ഷൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് വല്ലാണ്ട് വലിയ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു A56ന്റെ ബാക്കിത്തെ ഒരു മൊമെന്റ് കിട്ടാന്ന് പറയുന്നത് അതെനിക്ക് സന്തോഷപ്പെട്ട കാര്യം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് രേഖപ്പെടുത്താം. സാംസങ്ങിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് മാത്രമല്ല, അതിന്റെ ഇടയിൽ കുറെ വീഡിയോകളൊക്കെ അവരിങ്ങനെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ആ ഒരു ഫോണിനെ കുറിച്ചിട്ട്. ഫോൺ ഏതാന്ന് ഞാനിപ്പോ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കണില്ല. സാധനം നമ്മുടെ Z4 7 ആണ്. Z4 7ന്റെ പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഫോണ് ഭയങ്കര സ്ലിം ആക്കാൻ തുടങ്ങി എന്നാണ് അവർ പറഞ്ഞത്. അതായത് S25 അൾട്രന്റെ അതേ തിക്നെസ് ഒക്കെ വെച്ചിട്ട് ഇറക്കുമെന്നാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, S25 അൾട്രന്റെ അതേ ക്യാമറ മെഗാ പിക്സലും കൊണ്ടുവരാൻ പോകുന്നത്. 200 മെഗാ പിക്സലിന്റെ ക്യാമറ ആണ് വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗന്റെ 80 ലൈറ്റ് ചിപ്സെറ്റ്, LPDDR4X അല്ല റാം, 5X ആണ് റാം. UFS ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു UFS 4.1 ആവണം എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ 5000 mAh ആണ് ബാറ്ററി. അത് ജസ്റ്റിഫിക്കേഷൻ ആണ്. ഇനി കവർ സ്ക്രീനും
അതേപോലെ തന്നെ ഇന്നർ സ്ക്രീൻ ടൈം അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അത് വലിപ്പം കൂട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിതിരായില്ല. അവർ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ വീഡിയോ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പരക്കുന്നുണ്ട്. പക്ഷെ ഡിസൈനിന്റെ കാര്യത്തിൽ യാതൊരു രീതിയിലും മാറ്റല്ല. സെയിം ഡിസൈനാണ്. Z Fold 6ന്റെ അതേ സെയിം ഡിസൈൻ. ക്യാമറ അലൈൻമെന്റിൽ ഇച്ചിരി മാറ്റം വരും എന്നാണ് എന്റെ പ്രതീക്ഷ. അതായത് 25 അൾട്രാന്റെ അതേ ക്യാമറ അലൈൻമെന്റ് ആയിരിക്കും ബാക്കിലും വരാം. സെയിം ഡിസൈൻ Z Fold 6ന്റെ ബാക്ക് പാനലും അതേ ഡിസൈനും വരും എന്നാണ് പ്രതീക്ഷ. അത് ഇച്ചിരി കൂടെ ഒരു കർവ് ആക്കിയിരുന്നെങ്കിൽ ഫോൾഡിങ് ചെയ്യാൻ ഇച്ചിരി കൂടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു എന്നാണ് എന്റെ പ്രതീക്ഷ. പക്ഷെ അതല്ല, ഇത് അതിന്റെ പകരം ഇതൊരു ബോക്സി ഡിസൈൻ ആക്കി മാറ്റി എന്നാണ് എന്റെ പറയണം. ഡിസൈനിന്റെ കാര്യത്തിലാണ് സാംസങ്ങിന് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഡിസൈനാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു വലിയ വലിയ R&D ടീം ഇല്ലാണ്ടായി പോയല്ലോ എന്നാണ് എനിക്കൊരു സാംസങ്ങിനോട് പറയാനുള്ളത്. OnePlusന്റെ 2 പുതിയ മോഡലുകൾ ജൂലൈ 5 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഒന്ന് OnePlusന്റെ Nord 5, അടുത്തത് OnePlusന്റെ Nord CE5 എന്ന് പറയുന്ന മോഡലാണ്. അതായത് അവരുടെ OnePlusന്റെ Nordന്റെ 5th ജനറേഷൻ 2 സ്മാർട്ട് ഫോണുകൾ ജൂലൈ 5 ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി OnePlusന്റെ Nord CE5 അവർ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTekന്റെ Dimensity A350 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ OnePlusന്റെ Nord 5 സ്നാപ്ഡ്രാഗന്റെ 8s Gen 3 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സത്യം പറയാലോ, എനിക്ക് OnePlus Nord 5 ഇഷ്ടപ്പെട്ടില്ല. എന്താണോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ചിപ്സെറ്റാണ്. 1 വർഷം പിന്നാക്കുള്ള ചിപ്സെറ്റാണ് അവർ യൂസ് ചെയ്തത്. ബാക്കി ക്യാമറ മെഗാ പിക്സലും UFSO ബാറ്ററി ആകെ ഒരു 100 mAh ബാറ്ററി മാത്രമാണ് വ്യത്യാസം. അല്ലാണ്ട് വേറെ വലിയ മാറ്റങ്ങളൊന്നും രണ്ടിനില്ല. ചിപ്സെറ്റിന് ഒരു മാറ്റമുണ്ട്. OnePlusന്റെ Nord CE5 Dimensity A350, OnePlus Nord 5 സ്നാപ്ഡ്രാഗന്റെ 8s Gen 3 1 വർഷം പിന്നാക്കുള്ള ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സത്യത്തിൽ പറയാണ് ആൾക്കാരോട്, പ്ലീസ് ഓടിക്കേറി ചാടിയിട്ട് OnePlus Nord 5 എടുക്കാണ്ടിരിക്കാൻ. അതിന് പകരം OnePlusന്റെ Nord CE5 എന്ന് പറഞ്ഞ ആ മോഡൽ എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് Dimensityന്റെ A350 പുതിയ ലേറ്റസ്റ്റ് ചിപ്സെറ്റും കൂടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ OnePlus Nord 5 എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇവര് ഈ സ്നാപ്ഡ്രാഗന്റെ 8s Gen 3 ചിപ്സെറ്റ് ഇറക്കുക. അതിനു പകരം ഇവര് 8s Gen 4 ആണ് ഇറക്കിയിരുന്നെങ്കിൽ ഇന്ന് ഒരു ടഫ് കോമ്പറ്റീഷൻ ആയി മാറിയിരുന്നു ഏത് ഈ OnePlus Nord 5. പക്ഷെ അതിന്റെ പകരം ഇത് ഡീഗ്രേഡ് ചെയ്തിട്ട് ചിപ്സെറ്റ് ഇറക്കാന്ന് പറയുന്നത് മഹാചെറ്റത്തറുണ്ട്. പിന്നെ അത് പോരാണ്ട് ഇപ്പൊ നിലവില് ഫോണുകൾക്കൊന്നും ഒരു ഡ്യൂറബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ. പണ്ടൊക്കെ നമ്മളൊരു ഫോണ് പഠിച്ചാൽ നമ്മളൊരു 3 കൊല്ലം 4 കൊല്ലം ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലങ്ങളുണ്ടായിരുന്നു. ഇപ്പൊക്കെ ഒരു ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് അടുത്ത് കൂടെ പറ്റില്ല. അതാണ് അതിന്റെ റിയാലിറ്റി. ഒരു ഡ്യൂറബിൾ ഇല്ല. എന്തൊക്കെ ഉണ്ടാക്കുന്നു അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ഇവർക്ക് ഇല്ല. R&D ടീം അതിന് എത്ര ബെസ്റ്റ് ഒപ്റ്റിമൈസേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത്, അതിന്റെ ഡ്യൂറബിലിറ്റിക്ക്, അതിന്റെ ഹൈ ബിൽഡ് ക്വാളിറ്റി ഇവരെത്ര പ്രൊവൈഡ് ചെയ്യും എന്നുള്ള ഒരു ധാരണ പോലും ഇപ്പൊ R&D ടീം വെറുതെ ഒരു കൊല്ലത്തിൽ ഇത്ര ഫോണ് അവര് അടിച്ചിറക്കുക എന്നുള്ള രീതികളിൽ ഇപ്പൊ വലിയ വലിയ കമ്പനികൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലായെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളിങ്ങനെ വെറുതെ കാശ് അനാവശ്യമായിട്ട് ഒരു മൊബൈൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു. 2 കൊല്ലം വരെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റും. പിന്നെ ആ സമയത്ത് ഒരു പുതിയ ടെക്നോളജി വരും. ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പ്ലാസ്റ്റിക് ഫീല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. അല്ലാണ്ട് വേറെ വലിയൊരു ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഇപ്പൊ നിലവിൽ ഒരു സ്മാർട്ട് ഫോണിനും ഇല്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
എന്താ ഞാൻ ഇപ്പൊ ഇതിന് പറയാ? ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടില്ല, ഒന്ന് ലൈക്ക് ചെയ്യാ പോയിട്ട്. ബോട്ടിന്റെ ഒരു സ്മാർട്ട് റിംഗ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യയിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ മാസമാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. അതിന്റെ വിലയാണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. 3000 അവർ അതിന്റെ റേറ്റ് പറഞ്ഞേക്കുന്നത്. പിന്നെ അത് പോരാണ്ട് ഇതിന് 30 ദിവസത്തെ ബാറ്ററി ലൈഫ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോ ഇതിൽ SPR2, ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഉണ്ട്. അതായത് ഹാർട്ട് റേറ്റിന്റെ വേരിയേഷൻസ് നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. പിന്നെ സ്കിൻ ടെമ്പറേച്ചർ, സ്ലീപ്പിംഗ് ഓപ്ഷന്, SPO2 എന്ന് പറഞ്ഞാൽ ബ്ലഡ് സാച്ചുറേഷൻ, ഓക്സിജൻ ലെവലൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് പോരാണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് 580 ആണ്. അതും വാട്ടർ റെസിസ്റ്റന്റ്, അപ് ടു 1 മീറ്റർ വരെ നമുക്ക് അണ്ടർ വാട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സോപ്പ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് തേച്ച് കുളിച്ച് മിനിക്കാലൊന്നും ഇതിന് കംപ്ലൈന്റ് വരാൻ പോകുന്നില്ല. പക്ഷെ നമുക്കിത് ഉപ്പുവെള്ളത്തില് ഈ സ്മാർട്ട് റിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറയേണ്ട ഒരു കാര്യം. എല്ലാവരും വിചാരിക്കും ഇത് വാട്ടർ പ്രൂഫാണ്, വാട്ടർ സംഭവമാണ് എന്നൊന്നുമില്ല. ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അപ്പൊ അപ് ടു 1 മീറ്റർ വരെ നിങ്ങൾക്ക് ഈവൻ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കുളിക്കാം. ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചാലൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് വരെയൊക്കെ നമുക്ക് കുളിക്കാം. അതിന്റെ മേലേക്ക് അത് കുളിക്കാൻ അത് അനുവദിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ അത് കുളിക്കുകയാണെങ്കിൽ നമുക്ക് കുളിക്കുകയും ചെയ്യാം. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. സോപ്പ് വെള്ളമൊക്കെ തേച്ചിട്ട് കുളിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൽ സ്ലീപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. REM സ്ലീപ്പ്, ഹെവി സ്ലീപ്പ്, ലൈറ്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിംഗ് ഇട്ടിട്ട് നമ്മൾ കടന്നു ഇറങ്ങിക്കഴിഞ്ഞാല് ഈ റിംഗ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറഞ്ഞു തരും നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി. ഇപ്പൊ ഒരു മണിക്കൂറിൽ നിങ്ങൾ എത്ര മിനിറ്റ് കണ്ണ് ചിമ്പി, എത്ര ഹെവി ആയിട്ട് ഉറങ്ങി, എത്ര ലൈറ്റ് ആയിട്ട് ഉറങ്ങി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ റിംഗ് പറയും. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ റിംഗിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിംഗ് ഇട്ടിട്ട് നമുക്ക് ക്യാമറ ഷട്ടർ കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ വേറൊരു ഓപ്ഷനും കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിതിൽ ഷേക്ക് ആൻഡ് കൺട്രോൾ, അതായത് 2 പ്രാവശ്യം ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഹൈലൈറ്റ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി ലൈഫാണ്. 30 ദിവസമാണ് ഇതിന്റെ ബാറ്ററി ലൈഫ്. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ഇതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസിംഗ് ആണ്. 3000 രൂപയാണ് ഈ സ്മാർട്ട് റിംഗ് ആക്റ്റീവിന് പ്രൈസ് ഇട്ടിരിക്കുന്നത്, ബോട്ട് കമ്പനി. അപ്പോ നിങ്ങൾക്ക് വാച്ച് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ, ബാൻഡ് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഫസ്റ്റ് ടൈമിൽ അവർക്ക് റിംഗിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് മാത്രമല്ല, എക്സ്പീരിയൻസ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിട്ട് റിംഗ് എടുത്താൽ 3000 രൂപയുള്ളൂ. ഇവിടുത്തെ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 180 ദിർഹംസ് ഒക്കെയാണ് വരുന്നത്. ഇതേ സ്പെസിഫിക്കേഷൻ ഒക്കെ ഉള്ള സാംസങ്ങിന്റെ ഡിമെൻസിറ്റി 6300 വരുന്നത് 1450 ദിർഹംസ്. അതിലും നിങ്ങൾക്ക് കിട്ടുന്ന ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ സാംസങ് ആയതുകൊണ്ട് 7 ദിവസമാണ് ബാറ്ററി ലൈഫ് കൊടുക്കുന്നത്. പക്ഷെ ബോട്ട് ഈ ആക്റ്റീവ് റിംഗിന് കൊടുക്കുന്നത് 30 ദിവസത്തെ ബാറ്ററി ലൈഫാണ്. എത്ര? 30 ദിവസത്തെ ബാറ്ററി ലൈഫ്. അപ്പോ താല്പര്യമുള്ള ആൾക്കാർ പോയിട്ട് എടുക്കും. അത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അതുവരെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.